കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു വലിയ കൃപയ്ക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിലൂടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷയുടെ ഫലമായി ഒരുപാട് വിടുതലും അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും നിങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയാം. നൽകിക്കിട്ടിരിക്കുന്ന വചനത്തിൻ്റെ ശക്തിയാൽ നമ്മളിലെ ബന്ധനം ഒഴിഞ്ഞു പോകുന്നു. കുടുംബത്തിലെ അസ്വസ്ഥതകൾ, പൈശാചിക പീഡകൾ മുഴുവൻ നീങ്ങിപ്പോകാൻ നമുക്ക് ആഗ്രഹിച്ചു. ഇന്ന് വലിയൊരു വിശുദ്ധീകരണം, വലിയൊരു സൗഖ്യം, പരിശുദ്ധാത്മ ശക്തി ഒഴുകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എല്ലാ ബന്ധങ്ങളും അഴിഞ്ഞു മാറി കൃപയ്ക്ക് മേൽ കൃപ കിട്ടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയ്ക്ക് വരാം. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ നന്ദി, ആരാധന, സ്തുതിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അടിയട്ടെ യേശുനാമത്തിൽ. പാപശക്തികൾ, പൈശാചിക ബന്ധനങ്ങൾ അടിഞ്ഞു പോകട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാൽ തടസ്സങ്ങൾ അടിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈശോയേ, ആത്മാവേ, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയായി പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹൃദയത്തിലോട്ട് വിളിച്ചു. ആത്മാവാം ദൈവമേ വരണേ, ഹൃദയത്തിലേക്ക് എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രണ്ട് കരം ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല തടസ്സങ്ങളും മാറിപ്പോകട്ടെ, വിശ്വനാമത്തിൽ മാറിപ്പോകട്ടെ. ഉള്ള കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, വിശ്വനാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നേ ദിവസം നമ്മൾ വളരെയധികം സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു ആന്തരിക സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള വലിയൊരു സൗഖ്യ പ്രാർത്ഥന നടക്കേണ്ട ദിവസമാണ്. അപ്പോൾ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:14 മുതലുള്ള വചനം അച്ഛൻ വായിക്കുന്നു. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണിത്. ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണിത്. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 3:16 നമുക്ക് കാണാപ്പാടറിയാം. നമ്മുടെ കർത്താവിൻ്റെ കാൽവരി മരണം നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി നമ്മളുടെ സ്നേഹത്തെ പ്രതി പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രനെ കാൽവരിയിൽ ബലിയർപ്പിച്ച വചന ആ സംഭവം നേരിട്ട് കണ്ട യോഹന്നാൻ തൻ്റെ വെളിപാട് തൻ്റെ ജ്ഞാനത്തിൽ എഴുതി വച്ചിരിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന ഒരുവരും നശിച്ചു പോകാതെ നിത്യജീവൻ കണ്ടെത്തേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ദൈവ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോട് പറയുകയാണത്. ശരിക്കും ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങളെല്ലാം പ്രശ്നം സ്നേഹരാഹിത്യമാണ്. സ്നേഹിക്കാൻ പലർക്കും അറിയത്തില്ല. ചിലർക്ക് സ്നേഹം എന്താണെന്ന് തന്നെ അറിയത്തില്ല. ചില സ്നേഹിച്ചപ്പോൾ അത് വേറെ സ്നേഹമായിട്ട് മാറിപ്പോയി. കാരണം സ്നേഹത്തിൻ്റെ യഥാർത്ഥ രൂപഭാവങ്ങൾ മനുഷ്യഹൃദയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ചിലക്ക് സ്നേഹം പണം കൊടുക്കൽ വാങ്ങലാണ്. ചിലക്ക് സ്നേഹം എന്ന് ചിരിയും കളിയും പരിപാടിയും ഒക്കെയാണ് സ്നേഹം. ചിലക്ക് സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സാണ് സ്നേഹം. ചിലക്ക് ഈ വാക്ക് പാലിക്കുന്നൊക്കെ അങ്ങനെ ചില കുറവ് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെയാണ് ചിലർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നവനാണ് എൻ്റെ സ്നേഹിക്കുന്നവൻ. ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നൊക്കെ പറയുന്ന ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുകയും അപ്പം അതായത് സ്നേഹം എന്നതിന്ന് മാറിപ്പോവാണ്. സ്നേഹത്തിൻ്റെ സ്വഭാവം മാറിപ്പോവുക. സങ്കീർത്തനം 27:10 നമുക്കറിയാം. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം. യെശയ്യാ 54:10 നമുക്കറിയാം. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണെന്നുള്ളത് ദൈവത്തിൻ്റെ വാക്ക്. ശരിക്കും ദൈവം അബ്രാഹത്തോട് ദൈവം നടത്തുന്നൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം ദൈവം ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്നുള്ള സത്യം. അതുകൊണ്ട് മോശയോട് നടത്തുന്നൊരു സീനായ് ഉടമ്പടിയിൽ നടത്തുന്നൊരു വാക്കുണ്ട്. യു ആർ മൈ പീപ്പിൾ, ഐ ആം യുവർ ഗാഡ്. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമാണെന്നുള്ള വചനം. ഇതൊക്കെ ഹൃദയത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ എല്ലാം കാണുന്നത്. ദൈവത്തിൻ്റെ വറ്റാത്ത സ്നേഹം, മാറാത്ത സ്നേഹം. ഈശോ മിശിഹായെ ലോകത്തിലേക്ക് അയച്ചത് മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് പരിഹാര ബലിയായി ഈശോ കാൽവരി കുരിശിൽ രക്തം ചിന്തി മരിച്ചതും 3 നാൾ ഉയർത്തതും ഇത് മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനം മാത്രമായിരുന്നേ. ദൈവം സ്നേഹമാണ്. നമ്മുടെ ദൈവത്തിനൊരു സ്വഭാവമുള്ളൂ, സ്നേഹത്തിൻ്റെ സ്വഭാവം. ആ സ്നേഹം അതാരെല്ലാം അനുഭവിച്ചവരെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് മാറാറുണ്ട്. നമുക്കറിയാം യോഹന്നാൻ 15:12 പറയും, സഹോദരന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഈശോ പഠിപ്പിച്ച് സഹോദരങ്ങൾക്ക് വേണ്ടി സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈശോ കാൽവരി കുരിശിൽ രക്തം ചിന്തി മരിക്കുമ്പോൾ ഈശോ പറയുന്നത് ഈ വചനമാണ്. ഇതാണ് ഈശോയുടെ വാക്ക്. അതായത് സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമുക്കറിയാം ഈശോയുടെ പീഡാസഹനത്തിൻ്റെ വഴികൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരിക്കലും ഈശോയെ ഓടിച്ചിട്ട് പിടിച്ച്
കുരിശ് തറച്ച് കൊന്നൊരു കഥയല്ല. ഈശോ ബോധപൂർവ്വം അങ്ങോട്ട് ചെല്ലുക, മരിക്കാൻ റെഡിയായിട്ട് തന്നെ ചെല്ലുക. ശത്രുക്കൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ. യേശു പറഞ്ഞു, ഞാൻ തന്നെ. കണ്ടോ, യേശു അങ്ങോട്ട് ചെന്ന് അതാ കുരിശുമരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, സമർപ്പിക്കുന്ന യേശു. കാരണം എന്തിനാണ്? നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി, നമ്മുടെ പേരുള്ള പാപങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളും പൈശാചിക പീഡകളും മാറ്റാൻ വേണ്ടി, മരണമില്ലാതാക്കാൻ വേണ്ടി, നമുക്ക് വീണ്ടും ജീവൻ തരാൻ വേണ്ടി, ഉത്ഥാനം തരാൻ വേണ്ടി, സ്വർഗത്തിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി. ബൈബിൾ മുഴുവൻ തന്നെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവം വിളിച്ചോതുന്നു. യോഹന്നാൻ 13:1-3 വചനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ അവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യോഹന്നാൻ 19:34 പടയാളികൾ ഒരുവൻ അവൻ്റെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അവിടുന്ന് ചോരയും വെള്ളം ഒഴുകപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകുക, ഹൃദയത്തിലൂടെ ഒഴുകുന്ന സ്നേഹം. അത് വീഴുന്നത് ഒരു അന്ധൻ്റെ, ഒറ്റക്കണ്ണനെ അന്ധൻ്റെ കണ്ണിലേക്ക് വീഴുകയും അവൻ്റെ കണ്ണാ നിമിഷം തുറക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്നേഹത്തിൻ്റെ മുഴുവൻ സ്വഭാവവും ദൈവത്തിൻ്റെ ഓരോ പെരുമാറ്റങ്ങളിലും കാണാൻ പറ്റുമേ. ഈശോ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടി വന്ന നല്ല ഇടയനാണ് ഞാൻ. പാപികളെ അതിശയത് ഈശോയുടെ സ്വഭാവം മുഴുവനും അത് ദൈവസ്നേഹത്തിൻ്റെ മൂർത്ത ഭാവങ്ങൾ മുഴുവൻ നമുക്ക് നമ്മുടെ കർത്താവിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമേ. ലൂക്കാ സുവിശേഷം 15:20-21 അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചതവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരെ നിന്റെ മുമ്പാകെ ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു. ലൂക്കാ 15:20-24 വരെയുള്ള വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും ഇത് മുഴുവനെ. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവിൻ, അവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ, കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ തിരിച്ചു. അതെ, ഒരാൾ തിരിച്ചു വരുമ്പോൾ സ്വർഗം സന്തോഷിക്കും. പലപ്പോഴും ഞാൻ കാണും, ധ്യാനവും കൂടി ചിലർക്ക് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ചിലർക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല. ചിലർക്ക് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലത്തിന് ഇച്ചിരി മെച്ചപ്പെട്ടാൽ ഇഷ്ടമില്ല. ഒരു ദിവസം മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് നാട്ടിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കും. കാരണം വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത് പലരുടെയും ഉള്ളിൽ ഞാൻ കണ്ടു. പാപം മനുഷ്യൻ്റെ ഉള്ളിൽ കയറിക്കഴിപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള ഒരു ചിന്തയായിരുന്നു, എല്ലാവരും നശിക്കണം എന്നുള്ള ചിന്ത. ഞാൻ നശിച്ചതുപോലെ എല്ലാവരും നശിക്കണം. ചില വീട്ടിലുണ്ട് അപ്പനമ്മ വരുന്നത് ശപിച്ചുകൊണ്ടിരിക്കും 24 മണിക്കൂർ. മക്കൾ അപ്പനെ ശപിക്കും, കൂട്ടശപമാണ്, ശപിക്കലാണ്. കാരണം മറ്റൊന്നുമല്ല, ആരും നന്നാകരുത്. അത് മനുഷ്യൻ്റെ ഉള്ളിൽ സ്നേഹം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ദൈവസ്നേഹം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ചുറ്റുമുള്ളവരുടെ നാശം മാത്രമേ കാണാൻ പറ്റും. രാജ്യങ്ങൾ യുദ്ധങ്ങൾ നടക്കുമെന്ന് കാണാൻ പറ്റും. ഈ കോവിഡ് കാലത്തും ഒരാൾക്ക് അപകടം വരുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിന് ഉത്തരം കണ്ടുപിടിക്കുകയും എല്ലാം നശിക്കണം എന്നുള്ള ചിന്ത. കാരണം ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയേ. റോമ 5:5 പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെട്ടിരുന്നു. ഈശോയെ പോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറയണം. പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തണത്. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ നമുക്കെല്ലാവരും സ്നേഹിക്കാൻ പറ്റുമേ. ഇവിടെ കാണാൻ പറ്റും ഈശോയുടെ ദൈവസ്നേഹത്തിന് തന്നെ. ഞാൻ വീണ്ടും ആദ്യത്തെ വചനത്തിലേക്ക് വരിക. യെശയ്യ 49:14 മുതലുള്ള വചനങ്ങളെ. അതായത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പറ്റുമ്പോൾ കരുണ കാണിക്കാതിരിക്കും. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അമ്മയ്ക്ക് അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹമെന്നാണ്. അമ്മ സ്നേഹിക്കുന്നൊരമ്മ. ഒരു കുടുംബത്തിൽ നല്ല സ്നേഹമുള്ള അമ്മയാകണമെങ്കിൽ ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്മ സ്നേഹമാണ്, അപ്പൻ കരുതലാണ്. കരുതൽ കാണിക്കുന്ന വ്യക്തിയാണ് അപ്പൻ. എല്ലാ കാര്യം ശ്രദ്ധിക്കുന്ന ആളാണ്. അമ്മ സ്നേഹമാണ്, വിശുദ്ധമായ സ്നേഹമാണ്. അത് വേറെ തലമാണത്. അവർ സഹിക്കുന്നതിന് യാതൊരു കംപ്ലൈൻ്റ് ഇല്ല. ജീവിത പങ്കാളിക്ക് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ സഹിക്കുന്നതിന് സ്നേഹം ഒരിക്കലും എതിരല്ലത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. ഒരമ്മ ഒരു 11-12 വർഷമായിട്ട് തളർന്ന് കിടക്കുകയാണ് വീട്ടിൽ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അമ്മയുടെ മുറിയിൽ ചെന്നു. വയ്യാതെ കിടക്കുന്ന അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഒത്തിരി 10-12 വർഷം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊന്ന് മരിച്ച് അത്രയും പെട്ടെന്ന് എനിക്കൊന്ന് എൻ്റെ ജീവിതം കർത്താവ് എടുത്തുകൊണ്ട് വായിച്ചത് പ്രാർത്ഥിക്കും. ഉടനെ മരുമകൾ അവിടെ നിന്നുണ്ട്, അപ്പുറത്തെന്ത് ഭക്ഷണം എടുത്തു.
അച്ഛാവെന്ന് ചോദിച്ചു. പെട്ടെന്ന് അമ്മയോട് ഇത് മിണ്ടരുതെന്ന് പറയാം, അമ്മയോട് ഇങ്ങനെ സംസാരിക്കരുത്. അപ്പോഴത്തേക്കും മകള് കരയാൻ തുടങ്ങി. അച്ഛനങ്ങനെ പ്രാർത്ഥിച്ചേക്കരുത്, അച്ഛനങ്ങനെ പ്രാർത്ഥിക്കരുത്. അമ്മ എത്ര നാൾ കിടന്നാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, മാത്രമല്ല എനിക്ക് അമ്മയില്ല ജീവിക്കാൻ പറ്റില്ല. എന്താ ഈ മരുമകൾ പറയുന്നൊരു സ്വഭാവം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുപോലത്തെ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ലെന്ന് ഞാൻ പറയാം. സ്നേഹത്തിന് അവിടെ അമ്മയെ വാഷ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് ഈ മരുമകളാണ്. പെട്ടെന്ന് ഇവളുടെ ആ സംസാര ശൈലി, വേണ്ട അമ്മ എങ്ങനെയും പറയരുത്. അവരിങ്ങനെ അപ്പോൾ കൊച്ചുമക്കളൊക്കെ ഓടി ഒത്തി, അവരെല്ലാം കൂടെയുണ്ട്. അവരെല്ലാം പെട്ടെന്ന് അമ്മ അവരിങ്ങനെ ഒരു കൊച്ചിനെ ഇങ്ങനെ ലാളിക്കുന്നത് പോലെ വൃത്തിയായ അമ്മേ, വയ്യാതെ കിടക്കുന്ന അമ്മേ, ഈ മരുമകളും ഭർത്താവും കൂടെ മകനും കൂടെ ഇങ്ങനെ സഹായിക്കുന്നു, ശുശ്രൂഷിക്കുന്നു കണ്ടപ്പോൾ വലിയ വീടൊന്നുമല്ല കേട്ടോ. അതാണ് ഞാൻ ഈ വലിയ വീട്ടിലൊന്നും ഇതൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു വീടാണ്, 2-3 മുറി കാണുള്ളൂ ആകെ വീടിന്. സ്നേഹമുണ്ട്, എന്തൊരു ആനന്ദം. കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യൻ ശരിക്കും അവന് നഷ്ടപ്പെട്ട്, അവൻ എന്തെല്ലാം സമ്പത്തുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എനിക്കൊന്ന് ഈ ദിനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും വായിക്കേണ്ടതും 1 കൊരിന്ത്യർ 13 സ്നേഹമാണ് സർവോത്കൃഷ്ടം. അത് ചോർന്നു പോകരുത്. അത് ചോർന്നു പോയാൽ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കുടുംബത്തിൽ വേണ്ടത് പണമോ സമ്പത്തോ നേട്ടമോ അല്ല, വിശുദ്ധമായ സ്നേഹം. വിശുദ്ധമായ സ്നേഹം. ഒരമ്മയ്ക്ക് തൻ്റെ ജീവിത പങ്കാളിയെയും തൻ്റെ മക്കളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ അവളിൽ വേറെ സ്വാർത്ഥത പാടില്ല, അമ്മയിൽ സ്വാർത്ഥത പാടില്ല. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ സ്വാർത്ഥത എന്നുള്ളത് കയറിപ്പിടിക്കുമ്പോഴാണ് അവിടെ ഭർത്താവിനേക്കാളും മക്കളെക്കാളും ഭാര്യയെക്കാളും വലുത് പണം, സ്വത്ത്, ജോലി, വിദേശം, സ്ഥാനമാനം, സൗന്ദര്യം. ഇതാണ് പ്രശ്നം. പണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ, എൻ്റെ ഇടവക ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത് അവിടെ ഒരു 10-14 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയെന്ന് പറയാൻ പറ്റില്ല, ആള് ജന്മനാ തന്നെ ഒരു കുറവുള്ള കൊച്ചാണ്. ഒരു കോമാ സ്റ്റേജിൽ കഴിയുന്നതാണ്. അത് കട്ടിലാണ് കിടക്കുന്നത്, ഫുൾ ടൈം കിടക്കുകയാണ്. ജന്മനാ തളർന്നു പോയത് രോഗിയെ കൊച്ചാണെങ്കിൽ, വലിയൊരു തലയും ചെറിയൊരു ശരീരമൊക്കെ ആയിട്ട് ഇങ്ങനെയാണ്. അപ്പം ഇവരിങ്ങനെ ഭയങ്കര സ്നേഹമാണ്, അപ്പനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു മകനുണ്ട്, അവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇവരിങ്ങനെ ഒരാളെപ്പോഴും കാണും വീട്ടിൽ. അപ്പൻ ജോലിക്കോ ചെറിയൊരു ജോലിക്കോ വൈകുന്നേരം ഈ മോൻ്റെ മുറിയിൽ നടന്ന് കുരിശ് വരെയും പ്രാർത്ഥനയൊക്കെ. ഭയങ്കര ഹാപ്പിയാണ്, ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല. അവർക്ക് ആ രോഗിയായ കുഞ്ഞിനെ കൊടുത്തവർ ആരും ശപിക്കുന്നൊന്നുമില്ല, കേഴ്സ് ചെയ്യുന്നില്ല, ഒക്കെ സ്നേഹമാണ്. ഞാൻ അവിടുത്തെ അമ്മ, എനിക്ക് ഷീസ് എ സെയിൻറ്റ്, ഒരു വിശുദ്ധിയാണ് അവൾ. ഭർത്താവിനോടുള്ള വിശ്വസ്തത, മക്കളോടുള്ള സ്നേഹം, അതാണ് പ്രധാനം. അവിടെ ഒരു സ്വർഗമാക്കിയ വീട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ നാളുകളിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് മാറാറായി കാലമായപ്പോഴേക്കും ഈ കുട്ടി മരിച്ചു. അപ്പോൾ ഒരു 15-16 വയസ്സ് പ്രായം കാണിക്കും. വയ്യാതായിട്ട് മരിക്കുന്നുണ്ട്. അപ്പോൾ അടക്കിൻ്റെ ഒത്തിരി അച്ഛന്മാർ പോലും അടക്കിന് ചെല്ലുന്നുണ്ട്. ഈ കൊച്ചു സത്യം പറഞ്ഞാൽ ഈ വീടിനൊരു ഉപകാരമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഈ വീടിന് വലിയ പണം ഉണ്ടാക്കി കൊടുത്ത കുട്ടിയൊന്നുമല്ല, വസ്തു മേടിച്ച കുട്ടിയൊന്നുമില്ല, സ്കൂളിൽ പോയിട്ടുള്ള കുട്ടിയൊന്നുമല്ല, ഒന്നുമില്ല. പക്ഷേ ആ ഒരു അടക്കിൻ്റെ സമയത്ത് ഈ അപ്പനും അമ്മയുടെ കരച്ചിൽ കാണണേ. പെട്ടിക്കുഴിയിലോട്ട് വെക്കാൻ നേരം ആകുമ്പോഴേക്ക് ഈ അമ്മ കിടന്ന് ചങ്ക് പൊട്ടിക്കരയുക. പക്ഷേ അതേസമയം ഞങ്ങൾ പള്ളിയിലെ അച്ഛനായ ഞാൻ, അതുപോലെ മറ്റുള്ളവരൊക്കെ, നന്നായി ദൈവം, ഒരു കണക്കിന് ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയത് നന്നായി എന്നൊക്കെ ഞങ്ങളിങ്ങനെ ഉള്ളി പറയുമ്പോൾ ഇവരത് പോകരുതായിരുന്നു എന്ന് ചിന്തിക്കുന്ന സംഭവം. എന്നെ തന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ചില സത്യങ്ങളാണ്. മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹമെന്നത് ചോർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പച്ച മൃഗമാണ്. അവൻ പിന്നെ ഒരു വസ്തുബന്ധം, ഇന്നത്തെ ബന്ധങ്ങൾ മുഴുവനും ഒരു കൺസ്യൂമറിസം ചെയ്യുകയാണ്, ഉപഭോഗ സംസ്കാരമാണ്, കച്ചവടമാണ്. ബന്ധങ്ങൾ പോലെ കച്ചവടം, കല്യാണം പോലെ കച്ചവടമായിട്ട് മാറുക. കുടുംബ ബന്ധങ്ങൾ പോലെ കച്ചവടമാണ്, സഹോദര ബന്ധങ്ങൾ കച്ചവടമാണ്, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഡീലാണ്, മൊത്തം ഡീലാണ് നടക്കുന്നത്.
കാരണം സ്നേഹം ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. മനുഷ്യഹൃദയങ്ങളിൽ ദൈവം വസിക്കുന്നതിൻ്റെ അടയാളം അവനിലുള്ള സ്നേഹത്തിൻ്റെ സ്വഭാവമാണത്. ദൈവസ്നേഹത്തിൻ്റെ സ്വഭാവം. അമ്മയ്ക്ക് വിശുദ്ധമായ സ്നേഹം കിട്ടണമെങ്കിൽ അവൾ വേറെ ആരെയും ജീവിത പങ്കാളിയായിരിക്കണം. ജീവിത പങ്കാളി ദൈവം അനുവദിച്ച് തന്ന ജീവിത പങ്കാളിയോട് കൂടെയാണ് ജീവിതം ആരംഭിച്ചതെങ്കിൽ അതിനു മുമ്പ് ആരുടെ കൂടെയും ജീവിക്കരുത്. അതിനുശേഷവും അല്ലെങ്കിൽ അത് മാറി ജീവിക്കാൻ പാടില്ല. അങ്ങനെ ഒരാളാണ് ജീവിത പങ്കാളിയെങ്കിൽ അവൾ വിശ്വസ്തയാണ്, സ്നേഹത്തിൻ്റെ പൂർത്തിയാണ്. അവൾക്ക് പിന്നെ കുടുംബം ഉണ്ടാവും. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് പറ്റുള്ളൂ സഹനം എടുക്കാൻ പറ്റും. ഇത് മാറിപ്പോവുക. പലപ്പോഴും നമ്മുടെ പല കുടുംബങ്ങളും കാണാം ആ ഒരു വിശുദ്ധ സ്നേഹമില്ല. അവിടെ വിശുദ്ധി നിറയാനില്ലാത്ത നിർമ്മലമല്ലാത്ത സ്നേഹമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 16 മുതൽ 21 വരെയുള്ള വചനം വലിയ വചനമാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കും. ഒരുവനിൽ ദൈവം വസിക്കുന്ന തെളിവ് സ്നേഹമാണ്, കരുണയാണത്. ഒരു കുടുംബത്തിൽ ദൈവമുണ്ടെന്ന തെളിവ് ആ കുടുംബത്തിലെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. സ്നേഹം ആരും നശിപ്പിക്കത്തില്ല, മാൽ പ്രാക്ടീസ് നടത്തത്തില്ല, കാണുന്നവൻ്റെ പുറകെ ഓടുന്നല്ല സ്നേഹം. അത് പ്രേമമാണ്, ആ കാമമാണ്, അത് നൈസർഗികമായ നേച്ചർ. അതല്ല സ്നേഹമൊന്നും നല്ലത്. എത്രയോ പെൺകുട്ടികളാണ് അവൻ കല്യാണം കഴിക്കുമ്പോൾ അവൻ്റെ കൂടെ പോയി കുറച്ച് നാൾ ചോദിച്ചു, പിന്നെ അവനിട്ട് പോയി. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം, കേരളത്തിന് വെളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 നേഴ്സുമാർ, ആണും പെണ്ണും, അവർ പ്രേമിച്ചു. പിന്നെ അവരങ്ങോട്ട് കല്യാണം കഴിച്ച പോലെ ഭർത്താവിനെ പോലെ ഭാര്യയെ പോലെ, ഈ ഭാര്യയും ഭർത്താവിനെയും പോലെ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കല്ല. ഭർത്താവ് എന്നൊരു വാക്ക് അത് ദൈവം തരുന്നൊരു അനുഗ്രഹമാണത്. അത് കയറുമ്പോൾ അത് വേറെ ആളുകളുണ്ടാകരുത്. അത് പറയാൻ, ആ പേര് നിൻ്റെ ശിരസിൽ പതിക്കാൻ യോഗ്യനായിരിക്കണം നീ. ഭാര്യ എന്ന് പറയുമ്പോൾ വേറെ ആ വാക്ക് പറയണം, വേറെ ഉണ്ടാകല്ലേ. എന്നിട്ട് അവർ സംഭവിച്ചത് ഏകദേശം 5-6 വർഷം ഒരുമിച്ച് ചോദിച്ചു. ഇതിനിടയ്ക്ക് ഇവള് പ്രഗ്നൻ്റ് ആകുന്നു, അബോർഷൻ, ഇതൊന്നും ആരും അറിയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇവളെ നിർബന്ധിച്ചല്ലോ. അപ്പോൾ അവസാനം ഈ സംഭവം എല്ലാവർക്കും വീട്ടുകാരെല്ലാം പിടിച്ചു. ഒരിക്കലും ചേരുന്നൊരു ബന്ധമല്ല. പാപം കുമിഞ്ഞുകൂടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. പാപമൊന്നുമല്ല, കൂടക്കാണ് ഇതുപോലെ കുറേ എണ്ണം കൂടെ ഇതിനെ അംഗീകരിക്കാൻ സമ്മതിക്കാം. പക്ഷേ അങ്ങനെ വീട്ടുകാരും എല്ലാവരും വിഷമിച്ചു. അവസാനം കല്യാണം നടന്നു. ഞാൻ പലതവണ പറഞ്ഞു കല്യാണം നടക്കരുത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പറ്റില്ല, നടന്നേ പറ്റുള്ളൂ എന്ന് ഇവർ നിർബന്ധിച്ചു. ഓക്കെ, പക്ഷെ ഇപ്പം ഡിവോഴ്സായി. അവൾക്കൊരു കൊച്ചുമായിട്ട് അവൾ ജീവിക്കുന്നു. അവൻ വേറൊരുത്തിൻ്റെ കുറേ പോയി. കാരണം ഇത് സ്നേഹമല്ലെന്നേ. ഈ 4 വർഷം പിന്നെ എന്ത് കാണിക്കുന്നു? സെക്സിന് വേണ്ടിയുള്ള ബന്ധം, ആസക്തിയാണ്. സ്നേഹത്തിൻ്റെ നേച്ചർ അതല്ല. സ്നേഹമെന്നത് സ്നേഹമെന്ന ഒറിജിനൽ സ്നേഹം ഒരാളിലുണ്ടാകണമെങ്കിൽ ആ വ്യക്തി ഈശോയെ അറിയണം. യോഹന്നാൻ 17:3 ഉണ്ടല്ലോ, വേഗസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് മാത്രമേ പരിശുദ്ധമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിഷ്കളങ്കമായ സ്നേഹം. വചനം പറയുകയാണ് 1 യോഹന്നാൻ 4:17, വിധിദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. അടുത്ത വചനം, സ്നേഹത്തിൽ ഭയത്തിനിടയില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ചിലർക്ക് ഭയങ്കര ദൈവത്തെ പേടിയാണ്, ഈ ദൈവത്തെ അമിത പേടി, ഉള്ളിൽ പാപം ഇരിക്കുന്നു, സ്നേഹമില്ല. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു. ശരിക്കും മനുഷ്യൻ പാപം ആവർത്തിച്ച് ചെയ്യുന്ന ആ ദൈവസ്നേഹം ആസ്വദിക്കാത്തതുകൊണ്ടാണ്. ഞാൻ വിശുദ്ധരാകാൻ കാരണം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? അവർക്ക് ഏതോ ഒരു നിമിഷത്തിൽ, ഒരുപക്ഷെ ദൈവവചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, ഏതോ ഒരു സെക്കൻഡിൽ
അവരുടെ ഉള്ളിലേക്ക് അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നവർ അറിഞ്ഞപ്പോൾ അവരിലുണ്ടായ അത്ഭുതമാണ് അവരുടെ മാനസാന്തരവും അവരുടെ നവീകരണവും അവരുടെ ആത്മീയ വളർച്ചയും. ഈ ദൈവസ്നേഹം ആഴത്തിൽ പതിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും. കാരണം മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെ അടിത്തറ മുറിവാണ്, ഉള്ളു മുഴുവൻ മുറിവ്. എന്തിനുള്ള മുറിവ്? സ്നേഹം കിട്ടാത്തതിൻ്റെ മുറിവ്. യെശയ്യാ പ്രവാചകൻ ജനത്തോട് പറയുന്നുണ്ടല്ലോ, അതായത് പറയണം, ദൈവത്തിൻ്റെ വചനം പറയാണല്ലോ, അതായത് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? അതെങ്ങനെയുണ്ട്? ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പനമ്മയും തമ്മിൽ വിവാഹമോചനം നടക്കുമ്പോൾ ആ നിമിഷം തന്നെ അവരുടെ പ്രശ്നം തീർന്നു. പക്ഷേ രണ്ടുപേരുടെ പ്രശ്നം ആരംഭിച്ചു. അവിടെ വേറെ പ്രശ്നം, കുഞ്ഞുങ്ങളുടെ പ്രശ്നം ആരംഭിച്ചു. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചതിന് അപ്പനില്ലാതെ അമ്മയില്ലാതെ വളരുക എന്ന് പറയുന്നത് അതിൻ്റെ ചങ്കിനിട്ട് കത്തികയറ്റുന്ന അനുഭവമാണ്. അത് ചില്ലറ കാര്യമില്ല. ആ കുഞ്ഞിൻ്റെ കരച്ചിലുണ്ട്. അറിയാതെ അറിഞ്ഞു രാത്രിയിൽ ഈ കുഞ്ഞ് അമ്മേ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. ആ കുഞ്ഞിന് അമ്മയില്ലാത്തൊരു ചിന്ത പറ്റില്ല. അതിന് അനാഥാലയത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ അച്ഛന്മാരല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സിൻ്റെ ഈ കുഞ്ഞുങ്ങൾ കയറി വട്ടം കയറി കെട്ടിപ്പിടിച്ച് പ്രേമിക്കുന്ന കാണുമ്പോൾ അപ്പോഴേ ഞങ്ങൾ പറയും, ആ കൊച്ച് ആ സിസ്റ്ററിനെ അല്ല ശരി, അല്ലെങ്കിൽ അവരല്ല, ആ കൊച്ച് ഒറിജിനൽ അമ്മയ്ക്ക് വേണ്ടിയുള്ള ദാഹ കുഞ്ഞിൻ്റെ മുഖത്ത് നിൽക്കുകയാണ്. ഇതൊന്നും കാണാതെ തലതിരിഞ്ഞ് നടന്നുകൊണ്ട് പണത്തിനും സ്ഥാനമാനത്തിനും ചില വ്യഭിചാരത്തിനും വേണ്ടി ജീവിതം, വേശ്യാവൃത്തിക്കും വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുന്നൊന്നും, ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു വിധി ദിനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും ഓർക്കണം. സ്നേഹം അതാണ് ഈ സെക്സിൻ്റെ ജഡികപാപത്തിൻ്റെ അതിപ്രസരമൊന്നുമല്ല. ജഡികപാപം മുഴുവൻ നിറഞ്ഞു. ലോകത്തിൽ ശ്വസിക്കുന്ന വായു പോലും അതുണ്ട്. വീടിനകത്തെല്ലാം ഉണ്ടത്. അകത്തും പുറത്തും ഉണ്ട് തിന്മയുടെ രൂപി. വേശ്യാലയങ്ങളായി മാറുക. പല ബിസിനസ് കേന്ദ്രങ്ങൾ അതിനുവേണ്ടിയുള്ളതാണ്. അതിനെല്ലാം ഇന്ന് സപ്പോർട്ട്. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കാര്യം എന്ന് ഓർത്തണം, 100% ആളുകളും ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞാലും, ദൈവവചനം പറയുകയാണത് പാപമാണെന്ന് പറഞ്ഞാൽ അത് പാപം തന്നെയായിരിക്കും. 100% ആൾക്കാരും അതിൻ്റെ ന്യായീകരണത്തിൻ്റെ പ്രബന്ധങ്ങൾ എഴുതി വെച്ചാലും പാപം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളുടെ വ്യക്തി. എനിക്ക് ഈ ക്ലാസ്സിലൊന്നും എനിക്കത് പറയാൻ പറ്റില്ല. റെസിഡൻഷ്യൽ റിട്രീറ്റൊക്കെ പിന്നീട് തുടങ്ങിക്കഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റും. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്, വെറുതെ പറയുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ നടത്തിയ വഴികളും ഓരോ സെക്കൻഡിലും ദൈവപരാൻ്റെ കരങ്ങളും ഞാൻ കണ്ടുകൊണ്ട് പറയുക, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്തത് നമ്മൾ കാണിച്ചേക്കരുത്. സുവിശേഷ വചനത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ എടുത്തു കളയണമത്. വ്യഭിചാര ദുർഭൂതം, അതിനുവേണ്ടി കച്ചകെട്ടിറങ്ങുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഉൾപ്പെടെ കയറുന്നുണ്ടെന്നൊക്കെയാണ് ലോകം പറയുന്നത്. ഇതിനൊക്കെ സാരമില്ല എന്ന് പറയുമ്പോൾ പാപം ചെയ്യാൻ നല്ല സുഖ. വിലക്കപ്പെട്ട കനി പറിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സുഖമായിരുന്നു. പക്ഷെ അതിനകത്ത് നിമിഷം ഉണ്ടായത് അവന് നഷ്ടപ്പെട്ടത് അവൻ്റെ മഹത്വ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം പറയേ, എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവെടിഞ്ഞിരിക്കുന്നു. ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ. ജെറമ്യ 2:13 പറയാ, കർത്താവ് അരുളി ചെയ്യുന്നു, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കൊഴുകി. ഈ പ്രേമബന്ധങ്ങളെല്ലാം പൊട്ടക്കിണർ, വെള്ളമൊന്നുമില്ലോടെ. സെക്സിന്റെ ലോകം പൊട്ടക്കിണറാത്. അവിടെ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല, തീരുന്നില്ല. വിശപ്പ് അല്ലേ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവൻ രാത്രി മുഴുവൻ കണ്ടുകൊണ്ട് ഇവൻ നിർത്താത്ത എന്താണ് ഈ പരിപാടി? Why he is not able to stop? അവന് തന്നെ അറിയത് ശരിയല്ല, അവക്കും അറിയത്, പിന്നെ അത് നിർത്താൻ പറ്റാത്തത്. ഈശോ പറഞ്ഞില്ലേ, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും വീണ്ടും ദാഹിക്കും. യോഹന്നാൻ 4:13-14 ഈശോ പറയും. 13-14 ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. ഞാൻ നൽകുന്ന വെള്ളം അത് കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല. ഈ ഞാൻ നൽകുന്നത് സ്നേഹം, ദൈവസ്നേഹം, പരിശുദ്ധാത്മാവെന്ന് വെച്ചാൽ ദൈവസ്നേഹ അനുഭവമാണത്.
നിന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്. അപ്പനും അമ്മയെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാതെ ദൈവമുണ്ട്. ആ ഒരു ബോധ്യം കിട്ടുന്നതാണ്, ആ ഒരു അനുഭവം. അത് ബോധ്യമല്ല, പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഇസ് ആൻ എക്സ്പീരിയൻസ്. ദാറ്റ്സ് എ വെരി ടച്ചിങ് എക്സ്പീരിയൻസ്. ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിൻ്റെ അനുഭവം നിറയട്ടെ. പരിശുദ്ധ അമ്മ ജോവാക്കിം അന്ന എന്ന് പറയുന്ന മാതാപിതാക്കളിൽ നിന്നാണല്ലോ പരിശുദ്ധ അമ്മയുടെ ജനനം. അവർ വിശുദ്ധരായിരുന്നു. നല്ല മാതാപിതാക്കളാകുക. ജീവിതത്തിൽ എന്തെല്ലാം നേടുന്നതിനേക്കാളും നല്ലത് നല്ല ചില മാതാപിതാക്കളാകുക. ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ചില ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടെയുള്ള ചില കുടുംബങ്ങൾ, അവിടുത്തെ ആൾക്കാരെ കൊണ്ട് അവർ നല്ല മാതാപിതാക്കളുണ്ട്. അവരുടെ ഇടയിൽ വിശുദ്ധരായ മാതാപിതാക്കളുണ്ട്. സോ ഡിവൈൻ, നല്ല ഹോളി ആയിട്ടുള്ളത്. അവർക്ക് പണമൊന്നുമല്ല, അവർക്ക് ഒരു സ്നേഹമാണ്, അവരുടെ കൃപയാണത്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഒരിക്കൽ പോയപ്പോൾ ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നു. യൂറോപ്യൻ ഫാമിലിയാണ്. അപ്പം മരിച്ചു കൊടുത്ത അമ്മയുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അവരൊന്ന് എന്നോടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എല്ലാം എന്തോ ഞാൻ കണ്ടു അവിടുന്ന് ഈ അമ്മയും കുഞ്ഞുങ്ങളും ഇവരും തമ്മിലുള്ള ബന്ധം ഫോർ എ മൊമെൻ്റ് ഉണ്ട് അവിടെ. അവർക്ക് വിദ്യാഭ്യാസക്കാൾ ഉപരി സ്നേഹമാണ്. പക്ഷേ പല പുരുഷന്മാരുടെ പുറകെയും പല സ്ത്രീകളുടെ പുറകെയും പോകുന്ന ഒരു വ്യക്തിക്കും ഒരു കുടുംബം ഉണ്ടാകുകയില്ല. മനുഷ്യന് സമാധാനം കിട്ടണമെങ്കിൽ പള്ളി വേണം. പക്ഷേ പള്ളിയേക്കാളും വേണ്ടത്, സോറി ഞാൻ പറഞ്ഞ് തെറ്റിപ്പോകരുത്, പള്ളിയേക്കാളും വേണ്ടത് ഞാൻ പറയും ചിലപ്പോൾ ഒരു നല്ലൊരു കുടുംബമാണ് വേണ്ടത്. നല്ല കുടുംബമുള്ളവന് പള്ളിയുണ്ട്. പള്ളിയോട്, ദേവാലയത്തോട് ബന്ധമുണ്ട്. അവന് ബലിപീഠത്തോട് ബന്ധമുണ്ട്. വേറെ എന്തുണ്ടെങ്കിലും നല്ലൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, കരഞ്ഞു പ്രാർത്ഥിക്കുക. അതിൽ വലിയ കൃപ ലഭിക്കട്ടെ. അച്ഛൻ പറയുന്നൊരു പ്രാർത്ഥന നിങ്ങളിന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം. വളരെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കണം. അത് വിടുതൽ കിട്ടാനും സൗഖ്യം കിട്ടാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാനും അത് കാരണമാകാൻ വേണ്ടിയാണ് ഈ വചനങ്ങൾ അച്ഛൻ പറയുന്ന. ഈ വചനം പ്രഭാഷകൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനം വായിക്കണം, ഒന്ന് ധ്യാനിക്കണം. മാതാപിതാക്കളും വായിക്കണം, മക്കളും വായിക്കണം, ഹൃദയത്തെ സംഗ്രഹിക്കണം. 2 പരിശുദ്ധ അമ്മയോട് ഇന്ന ദിനത്തിൽ നീ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വീണ്ടും അച്ഛൻ പറയുകയാണത്. പരിശുദ്ധ അമ്മയോട് വളരെ അടുക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. നമുക്ക് ജപമാല തന്നെയാണ്. ആ ജപമാല ഇന്ന് നിങ്ങൾ ഒരു ജപമാല ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ ഒരു ചെറിയൊരു വചനം അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനും പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു ബന്ധം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാനും നമ്മൾ ആവർത്തിച്ച് ചൊല്ലി എപ്പോഴും തന്നെ, ഞാൻ പറയും 12 പ്രാവശ്യമൊന്നുമല്ല, കുറേയേറെ പ്രാവശ്യം നമ്മൾ ചൊല്ലി ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വചനമാണ്. അതായത് ലൂക്കാ സുവിശേഷം 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലില്ലാവട്ടെ. അത് ആവർത്തിച്ച് പറയണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ സങ്കീർത്തനം 27:10 വചനം അത് മറക്കാതെ, അപ്പനോ അമ്മയോ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ആ വചനം കുറേ പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കണം. കുറേ നേരം പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നോക്കിയിരുന്ന് അമ്മയോട് ഇങ്ങനെ പറയണം: പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ്. അമ്മയെ ഞാൻ എൻ്റെ അമ്മയായി സ്വീകരിക്കുന്നു. അമ്മ എൻ്റെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ നേരം പ്രാർത്ഥിക്കണം. അപ്പോൾ ദിവ്യകൃപ നമുക്ക് ലഭിക്കട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇന്ന് തുടർന്ന് ഈ നടക്കാൻ പോകുന്ന ഈ ഹീലിംഗ് പ്രയറിൽ പ്രത്യേകിച്ച് ദൈവസ്നേഹം കിട്ടാതെ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്ത ഹൃദയങ്ങളുടെ ആ മുറിവിലേക്ക് ദൈവസ്നേഹം ഒഴുകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഈ ഹീലിംഗ് ശുശ്രൂഷ സമയത്ത് നിരവധി രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാ കുടുംബങ്ങളും സംഭവിക്കട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ, എന്റെ തമ്പുരാനേ, ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മനസ്സ് തുറന്ന് പാടി പ്രാർത്ഥിക്കാം. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. സംഭവിക്കട്ടെ സുനാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ നാമത്തിൽ. സകല അടയാളങ്ങളും അത്ഭുതങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഓരോ കുടുംബത്തിലും സംഭവിക്കട്ടെ. ഓരോ മകന്റെ മകളും മുറിവുകളും സുഖം പ്രാപിക്കട്ടെ. കാരണം തുറന്നു പിടിച്ച് നമ്മുടെ നൊമ്പരങ്ങളും കണ്ണുനീരുകളും, സ്നേഹം കിട്ടാത്ത മേഖലകളും, ഒറ്റപ്പെടലിന്റെ മേഖലകളും, ദുഃഖങ്ങളുടെ മേഖലകളും, ആകുലതകളുടെ മേഖലകളും, മറക്കാനാവാത്ത ചില ഓർമ്മകള്, മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന മേഖല എല്ലാം ഈശോയുടെ കാര്യങ്ങളിൽ ചേർത്ത് വെക്കാം. നമുക്ക് ആരോടും പങ്കുവെക്കാനാവാത്ത മുറിവ്, അപ്പനിൽ നിന്നുണ്ടായ മുറിവ്, അമ്മയിൽ നിന്നുണ്ടായ മുറിവ്, അധികാരിയിൽ നിന്നുണ്ടായ മുറിവ്, വൈദികരിൽ നിന്നുണ്ടായ മുറിവ്, സന്യസ്തരിൽ നിന്നുണ്ടായ മുറിവുകൾ, കുടുംബത്തിൽ നിന്നുണ്ടായ മുറിവ്, മക്കളിൽ നിന്നുണ്ടായ മുറിവുകൾ, ചില വാക്കുകൾ, മറക്കാനാവാത്ത വിഷമങ്ങൾ, ആ വിഷമെല്ലാം കർത്താവ് തിരുമുറിവിനോട് ഉദ്ധിതനായ ഈശോയുടെ തിരുമുറിവ് ചേർത്ത് വെക്കാം. ഈശോ ആണിയേറ്റ ദിവ്യപാദം സ്നേഹമോടെ പുണർന്നിടട്ടെ. കൈകൾ നീട്ടി നിൻ തിരുമാറിൽ എന്നെ ചേർത്തിടണേ. ആണിയേറ്റ ദിവ്യപാദം സ്നേഹമോടെ പുണർന്നിടട്ടെ. കൈകൾ നീട്ടി നിൻ തിരുമാറിൽ എന്നെ ചേർത്തിടണേ. ദൈവസ്നേഹം നിറച്ചിടേണേ, അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേണേ. ഉത്ഥാനത്തിൻ അത്ഭുത ശക്തി എന്നിൽ നിറയ്ക്കണേ. ദൈവസ്നേഹം നിറച്ചിടേണേ, അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേണേ. ഉത്ഥാനത്തിൻ അത്ഭുത ശക്തി എന്നിൽ നിറയ്ക്കണേ. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അഭിഷേകം. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അഭിഷേകം സംഭവിക്കട്ടെ. ഈശോയുടെ സമയത്ത് അതിശക്തമായ ഇടപെടണം.
എല്ലാ കെട്ടുകളും ബന്ധനം അടിക്കണം യേശുവേ. ഈ സമയത്ത് എല്ലാ കെട്ടുകളും ബന്ധനം അടിക്കട്ടെ. പാപ, രോഗ, പൈശാചിക പീഡകൾ, അസ്വസ്ഥകൾ, മുറിവുകൾ എല്ലാം നീങ്ങിപ്പോകട്ടെ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിന്റെ ശക്തിയിൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ. അന്ധകാര ശക്തികൾ, പാപബന്ധനങ്ങൾ, പൈശാചിക ബന്ധനം എല്ലാം അഴിഞ്ഞു പോട്ടെ. ഹല്ലേലൂയ, ആരാധന, അസ്വസ്ഥകളെല്ലാം മാറിപ്പോട്ടെ യേശു നാമത്തിൽ, യേശു നാമത്തിൽ, യേശു നാമത്തിൽ. യേശു ഉത്ഥാനത്തിന്റെ ശക്തിയാൽ പാറ പുലർന്നതുപോലെ ഇപ്പോൾ എല്ലാ മക്കളുടെ ഹൃദയത്തിലുള്ള ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ, തടസ്സങ്ങൾ എല്ലാം അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിക്കുന്ന യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. കൈകളടിച്ച് പാടാം, കൈകളടിച്ച്. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ആരാധന, ആരാധന, ശക്തിയോടെ സ്തുതിക്കുന്ന ആരാധന, ആരാധന. ഒറ്റ വിളിച്ചോ, സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. ഹല്ലേലൂയ, ആരാധന, ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് പാടാം. അഭിഷേകം, ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശുരക്തത്താൽ, യേശുനാമത്തിൽ, യേശുരക്തത്താൽ. അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. സകല കെട്ടുകളും, ബന്ധനങ്ങളും, പൈശാചിക പീഡകളും, രോഗങ്ങളും, തടസ്സങ്ങളും എല്ലാം മാറിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ നിമിഷത്തിൽ ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും അസ്വസ്ഥതകളും, ഭയങ്ങളും, ആകുലതകളും, ബന്ധനം അടിയങ്ങോട്ടെ. മനസ്സിന്റെ മുറിവുകളും, ആന്തരിക മുറിവുകളും, മനസ്സിന്റെ മുറിവുകൾ എല്ലാം അടിയട്ടെ. ഒറ്റ വിളിച്ചോ, കൈകളടിച്ച് പാടി ആരാധിക്കുന്നു. കൈകളടിച്ച് പാടി വിശ്വ അഭിഷേകം, ഹല്ലേലൂയ, വിശ്വാരാധന. കൈകളടിച്ച് പാടി. ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ.
രക്തത്താൽ, യേശുനാമത്തിൽ യേശു രക്തത്താൽ, നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, നിന്റെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ, നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, നിന്റെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. ആരാധന ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ ആരാധന 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 ആരാധന, ഹല്ലേലൂയ ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി വിശ്വനാമത്തിന്റെ ശക്തിയാൽ ബന്ധനങ്ങൾ കെട്ടുകൾ നീങ്ങി പോകട്ടെ, പൈശാചിക അരൂപികൾ വിട്ടുപോകട്ടെ, പൈശാചിക അരൂപികൾ വിട്ടുപോകട്ടെ, നിരാശയുടെ, കുടുംബ പ്രശ്നങ്ങളുടെ, മാനസിക പ്രശ്നങ്ങളുടെ, ആകുലതയുടെ, അസ്വസ്ഥതയുടെ, ഭയത്തിന്റെ എല്ലാം കെട്ടുകഴിഞ്ഞു പോകട്ടെ, വിശ്വനാമത്തിൽ വിട്ടുപോകണം. എല്ലാ മക്കളും വിടുതൽ പ്രാപിക്കട്ടെ. 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശുനാമത്തിൽ, എസ്ഐ 22:20 ബന്ധിക്കുന്ന യേശുനാമത്തിൽ, 2:4 ബുദ്ധിയിലെ അന്ധകാരം വിട്ടുപോകട്ടെ, ഭയം വിട്ടുപോകട്ടെ, ആകുലത വിട്ടുപോകട്ടെ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ, സാത്താന്റെ ശക്തി വിട്ടുപോകട്ടെ, അസ്വസ്ഥ വിട്ട് ലഗിയോന്റെ ആത്മാവ് വിട്ടുപോകട്ടെ, ലഗിയോൺ സ്പിരിറ്റിൽ വിട്ടു അശുദ്ധാത്മാക്കള് അവർക്ക് സംശയം ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നു, അവർക്ക് സംശയം ബന്ധിച്ച് ബഹിഷ്കരിക്കുക എല്ലാം വിട്ടുപോട്ടെ. യോഹന്നാൻ 8:44 ബന്ധിച്ച് ബഹിഷ്കരിക്കുക എല്ലാം വിട്ടുപോട്ടെ, ഭയം വിട്ടുപോട്ടെ, അശുദ്ധാത്മാക്കൾ വിട്ടുപോകട്ടെ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. സാറായിലും ഉണ്ടായിരുന്ന അസ്മേദേവൂസ് കുഷ്ഠാരൂപികള് ഈ ഭവനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവയെ യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കും. എല്ലാം അടിയട്ടെ 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 അടിയട്ടെ. തകർച്ചകൾ വിട്ടുപോട്ടെ, നിരാശ വിട്ടുപോട്ടെ, ആകുലതകൾ വിട്ടുപോട്ടെ, രോഗപീഠകൾ മാറിപ്പോട്ടെ, ഭയം വിട്ടുപോട്ടെ, അശുദ്ധാത്മാക്കൾ വിട്ടുമാറട്ടെ, യേശുനാമത്തിൽ അടിയട്ടെ 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 അടിയട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ മക്കളും ഭവനത്തിൽ തളിക്കപ്പെട്ടെ, യേശുക്രിസ്തു രക്തം ഇപ്പോൾ എല്ലാം ഭവനത്തിൽ തളിക്കപ്പെട്ടെ, എല്ലാ അശുദ്ധാത്മാക്കൾ വിട്ടുപോട്ടെ, ഭവനത്തിന്റെ മേല്, ബിസിനസിന്റെ മേല്, ജോലി സ്ഥലങ്ങളുടെ മേല്, കൃഷിയിടങ്ങളുടെ മേല് കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം തളിക്കപ്പെട്ടെ, പരിശുദ്ധ രക്തം തളിക്കപ്പെട്ടെ, പരിശുദ്ധ രക്തം തളിക്കപ്പെട്ടെ, യേശുക്രിസ്തു നാമത്തിൽ തളിക്കപ്പെട്ടെ. ഈ നിമിഷം സംഭവിക്കട്ടെ. അഭിഷേകം ആരംഭിക്കട്ടെ. 1:4 അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും ശരീരപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന നാമത്തിൽ സംഭവിക്കട്ടെ. എഫെസസ് 1:7 യേശുവിന്റെ രക്തം എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ യുവതി യുവാക്കളുടെ മേല്, കുടുംബങ്ങളും തളിക്കപ്പെട്ട് രോഗങ്ങൾ, ബന്ധനങ്ങൾ, പാപങ്ങൾ, അസ്വസ്ഥകൾ എല്ലാം നീങ്ങിപ്പോട്ടെ. ഇപ്പോൾ ഈ നിമിഷം വിട്ടുപോകണം, ഈ നിമിഷത്തെ വിട്ടുപോകണം. ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന കൈകളടിച്ച് ഈശോ 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 കൈകളടിച്ച്. ആത്മാവൻ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവൻ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവൻ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവൻ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹൃദയത്തിൽ കൊടുക്കട്ടെ, ദൈവസ്നേഹം കൊടുക്കട്ടെ. റോമ 5:5 പരിശുദ്ധാത്മാവിനോട് ദൈവസ്നേഹം കൊടുക്കട്ടെ. അപ്പന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം തേടി നടക്കുന്ന മക്കളിലേക്കെല്ലാം ദൈവസ്നേഹം തരട്ടെ. പല സ്നേഹങ്ങൾ തേടി നടക്കുന്ന മക്കളിലേക്ക് ഈശോയുടെ സ്നേഹം തരട്ടെ. കാൽവരിയിൽ നിന്ന് ഒഴുകിയ സ്നേഹം, ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം, യോഹന്നാൻ 19:34 സ്നേഹം എല്ലാ ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബുദ്ധിയിൽ
അന്ധകാരമുള്ള എല്ലാ ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ. എല്ലാ മക്കളേക്കും പരിശുദ്ധ സ്നേഹം കൊണ്ട് പരിശുദ്ധ അമ്മേ മാതാവേ ദൈവമാതാവ് ഈ സമയത്ത് അവരുടെ വലിയ മധ്യസ്ഥന്റെ ശക്തിയാൽ അഭിഷേകങ്ങളും കൃപകളും എല്ലാ കുടുംബങ്ങളേക്ക് ഒഴുക്കി കൊടുക്കണമേ. ഈ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, തകർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമേ. എല്ലാ മക്കളും, യുവതികളെ, യുവാക്കളെ, മാതാപിതാക്കളെ, കുടുംബ ജീവിതങ്ങളെ, പിച്ചു കുഞ്ഞുങ്ങളെ, ഗർഭശിശുക്കളെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. കൈകളടിച്ച് തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രണ്ട് കരം ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, കർത്താവ് ആസ്വദിക്കുന്ന സമയം കർത്താവിനെ ആശ്വാസിക്കട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് നാമത്തിൽ സംഭവിക്കട്ടെ, നാമത്തിൽ സംഭവിക്കട്ടെ. സമാധാനത്തിന്റെ ക്ഷമയുടെ എല്ലാ ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ. ആനന്ദത്തിന്റെ ഫിലിപ്പി 4:4 അഭിഷേകം എല്ലാ ഹൃദയങ്ങളിലും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:4-5 അഭിഷേകം എല്ലാ ഹൃദയങ്ങളിലേക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലപ്രവർത്തനം 4:33 അഭിഷേകം എല്ലാ ഹൃദയങ്ങളിലേക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പരിശുദ്ധമായ ശക്തി എല്ലാ ഹൃദയങ്ങളിലും വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, മുക്തമെന്നുകൊണ്ട് കർത്താവിനെ ആശീർവാദം സ്വീകരിക്കുന്നു, ആശീർവാദം സ്വീകരിക്കുന്നു, അഭിഷേകം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ദൈവഗാനത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. ഒരു നിമിഷം കൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.